കഴിഞ്ഞ ദിവസം ന്യൂസ് ടുഡേ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒരു ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ അതൊരു നമ്മൾ ആരെയും ചിന്തിപ്പിക്കുന്ന എന്നാലോ ഒരുപാട് കരളലിയിപ്പിക്കുന്ന ഒരു രംഗമായിരുന്നത്. പക്ഷേ ആ ഒരു മനുഷ്യനെ എന്ന് പറയുന്ന ഈ ന്യൂസ് ടുഡേ റിപ്പോർട്ട് ചെയ്ത ഒരു മനുഷ്യനെ, അദ്ദേഹം ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ കിടക്കുന്ന നമ്മൾ സാധാരണ ഭിക്ഷക്കാരനെ പോലെ കിടക്കുന്ന ഒരു മനുഷ്യനെ. പക്ഷേ ആ മനുഷ്യന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലുള്ള മനുഷ്യരെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളും അദ്ദേഹം ഒരു വലിയ മാർഗദർശി തന്നെ ആയിരുന്നു ഈ സൊസൈറ്റിക്ക്. പക്ഷേ ഞാൻ ആ ഒരു ഇതൊന്നും ഇവിടെ റീഡ് ചെയ്യാം, എന്നിട്ട് ബാക്കി കാര്യത്തിലേക്ക് ഞാൻ വരാം. നമസ്കാരം. എന്താ പേര്? ക്രിസ്റ്റോ ജോർജ്. ജോർജ്. സ്ഥലം എവിടെയാ? സ്ഥലം ചാലക്കുടിക്കടുത്ത്. ചാലക്കുടി. എന്താണ് ഈ ദേശാടനത്തിന് പിന്നിലുള്ള ഒരു രഹസ്യം? ദേശാടനത്തിന് പിന്നിൽ എന്ന് പറഞ്ഞു, അത് ദേശാടനാണെന്ന് പറയാനും പറ്റില്ല. അപ്പം ഞങ്ങൾക്ക് വീടൊക്കെ മഴക്കാലത്ത് 2018 കുറേ വീണ് പോയതാണ്. ഒരുപാട് പ്രളയത്തിൻ്റെതൊക്കെ അറിയാം. ആ സമയത്ത് ഞങ്ങൾക്കും വീടൊക്കെ ബുദ്ധിമുട്ടിലായി നഷ്ടപ്പെട്ടിട്ട്, പിന്നെ അതിങ്ങനെ ശരിയാക്കാനായിട്ട് എനിക്ക് തനിയെ സാധിക്കാത്തൊരവസ്ഥയിൽ ചിലപ്പോൾ അങ്ങോട്ട് ഓടി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പോകും. നമ്മളിവിടെ ഇരുന്നു കൊണ്ട് പത്രവാർത്തകളിലൂടെ അറിയുന്നതനുസരിച്ച് ഓരോന്ന് ചെയ്യാനായിട്ട്. വീട്ടുകാരൊക്കെ ഉണ്ടോ? ഇല്ല, അപ്പനും അമ്മയൊക്കെ സ്വർഗത്തിലാണ്. എല്ലാവരും പോയി. കല്യാണം കഴിച്ചില്ല? ഇല്ല. തടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കൂടുതൽ ഭാരിച്ച കാര്യങ്ങളില്ല. സ്വന്തം തടി മാത്രം നോക്കിയാൽ മതി. അതെ, സ്വന്തം ഇത് മാത്രം. പക്ഷേ ജോലി എന്തെങ്കിലും ഉണ്ടായിരുന്നു? ജോലി മുൻപ് ഞങ്ങൾക്ക് ഈ ബാൻഡ് സെറ്റിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു, വർക്കൊക്കെ. സ്ഥലം എവിടെ? തൃശ്ശൂർ അല്ലേ? ഇവിടെ ചാലക്കുടിക്ക് അടുത്ത്. ഞാൻ പറഞ്ഞില്ലേ, അത് എനിക്ക് നിഷിദ്ധമാണ്. മദ്യപാനം എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്നതാണ്. ഒരു ഭ്രാന്താത്മകമായ ഒരു തലത്തിലേക്ക് നമ്മുടെ സ്വാഭാവികമായ ചിന്തകളോ മറ്റു കാര്യങ്ങളെയൊക്കെ നമുക്ക് തന്നെ നിഷേധിക്കേണ്ടി വരുന്ന ഒരു പ്രത്യേക തലത്തിലേക്ക് നമ്മൾ ഉയർത്തുന്ന മദ്യപാനം. പക്ഷേ താങ്കളെയൊക്കെ കണ്ടാൽ, താങ്കളെപ്പോലുള്ള ആളുകളെ പൊതുവെ കണ്ടാൽ മദ്യപിക്കുന്നവരാണ്, കഞ്ചാവ് ഉപയോഗിക്കുന്നവരാണെന്ന് ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇപ്പോഴാണ് താങ്കളെ കണ്ടപ്പോൾ താങ്കൾ പറയുമ്പോഴാണ് അറിയുന്നത് മദ്യത്തെ വെറുക്കുന്ന ഒരാളാണ് താങ്കൾ എന്നുള്ളത്. വെരി ഗുഡ്, അഭിനന്ദനങ്ങൾ. ഈ ഒരു സിറ്റുവേഷനിലും ഹൈപ്പോ തലാമസ് എന്നതിലൊരു തുള്ളി ചെന്ന വീണാണ്. അതിൻ്റെതായ പരിണതി ആ വ്യക്തിക്ക് തന്നെ നിയന്ത്രിക്കാനായിട്ട് ജീവിതത്തിൽ ഒരിക്കലും പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് മനസ്സിലാക്കുന്നവർ ഒരിക്കലും ആ ഒരു കൊടിയ തിന്മയ്ക്ക് വശംവദനാകില്ല. ആ മനുഷ്യൻ പറയുന്ന ഇനിയും ബാക്കി കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ റീഡ് ചെയ്യാം. പക്ഷെ ആ മനുഷ്യൻ പറയുന്ന ഓരോ കാര്യവും വളരെ വ്യക്തമാണ് കേട്ടോ. കാരണം നമ്മൾ സാധാരണ സ്ട്രീറ്റിൽ കിടക്കുന്ന ചില മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് തോന്നും അവന് കഞ്ചാവാണ്, അല്ലെങ്കിൽ അവന് ചരസാണ്, അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ നമ്മൾ ചില മനുഷ്യരെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരെന്താണെന്നും അവരാരാണെന്നും ചിലപ്പോൾ ആ മനുഷ്യരിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷേ പലപ്പോഴും ഇന്നത്തെ യുവതലമുറ അത്തരം സ്ട്രീറ്റുകളിലൊക്കെ കിടക്കുന്ന ആളുകളെ മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷേ അപൂർവം ചില മനുഷ്യർ ഇന്ന് ഇതൊക്കെ കണ്ടെത്താൻ, ഇത് അറിയാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ബാക്കി കൂടെ അയാൾ പറയുന്നത് എന്താ നോക്കാം. പക്ഷേ ഇന്നുള്ള യുവതലമുറ അതൊരു ലഹരിയായിട്ട് എടുത്തുപയോഗിക്കുകയോ അവരുടേതായ ഒരു പ്രത്യേക മാനറിസമായിട്ട് ഒരു സന്തോഷത്തിൻ്റെ കാരണമായിട്ടൊക്കെ അവരങ്ങനെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇത് മുഴുവനും ആ ഒരു പുതിയ തലത്തിലേക്ക് അവരെ നയിക്കുന്ന ഒരു പ്രത്യേക സന്ദർഭം. അവർക്ക് ജീവിതത്തിൽ പുരോഗതി എന്നൊന്നുണ്ടല്ലോ, അത് തീർച്ചയായും പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുന്ന ഒരു പരിപാടിയാണ്. കാരണം അവർക്ക് യഥാർത്ഥത്തിൽ ഉള്ളൊരു ചിന്തയിലേക്ക്, ഒരു തിരിച്ചറിവിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടുവരാനോ ഉയർത്താനോ അവർക്ക് സാധിക്കില്ല. എനിക്ക് തോന്നുന്നത് താങ്കളുടെ രൂപമാണ്. ആ രൂപത്തിനുള്ളിൽ കുറെ അറിവുകൾ, നന്മയുള്ള കുറെ അറിവുകൾ മൂടി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ ആരാണ് താങ്കൾ? മനസ്സിലാവുന്നില്ല. അതായത് ആരെയും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത് കേട്ടോ. ആര് പറയുന്ന കാര്യത്തിലും നന്മയുണ്ടെങ്കിൽ ഇന്നത്തെ സൊസൈറ്റി സ്വീകരിക്കാൻ തയ്യാറാവണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, വലിയ പ്രഭാഷണങ്ങൾ നടത്തി, വലിയ മൈക്ക കെട്ടി, അല്ലെങ്കിൽ വലിയ സദസ്സ് വിളിച്ച് സംസാരിക്കുന്നവരെ മാത്രം നമ്മൾ
വലിയ സദസ്സ് വെച്ച് വലിയ മൈക്ക വിളിച്ച് കൂട്ടിയിട്ട് സംസാരിക്കുന്നവരെ മാത്രമേ നമ്മൾ പൊതുവെ അത്തരത്തിൽ ഒരു സൊസൈറ്റിയിൽ ഉയർന്ന നല്ല ഇതുള്ളവരായിട്ട് കാണാറുള്ളൂ. പക്ഷേ ഇത്തരം സ്ട്രീറ്റുകളിലും വളരെ താഴേക്കിടയിൽ കിടക്കുന്നവർ പോലും ഇത്തരത്തിൽ ഒരുപാട് ചിന്താഗതിയും ഒരുപാട് ഇന്നത്തെ സൊസൈറ്റിയെ മാർഗനിർദ്ദേശം നയിക്കാനൊക്കെ കഴിവുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അവരൊക്കെ നമ്മൾ കണ്ടെത്തി സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവന്ന് അത്തരം മനുഷ്യരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്താണ് ഈ സൊസൈറ്റി കൂടുതൽ വളരുന്നതും ഈ സൊസൈറ്റി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു കാര്യത്തിൽ ഈ ദൗത്യത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് സൊസൈറ്റിയിൽ ഇത്തരം കഴിവുള്ളവരും ഈ ഒരു മനുഷ്യൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കഴിവല്ല. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും നമ്മൾ സാധാരണ പറയാറുണ്ട് വലിയ മോട്ടിവേറ്റേഴ്സും മോട്ടിവേഷൻ സ്പീക്കേഴ്സിനൊക്കെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള പാവപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ കാട്ടിൽ അദ്ദേഹം 2018 അദ്ദേഹത്തിൻ്റെ വീട് നഷ്ടപ്പെട്ടതിന് ശേഷം ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് അദ്ദേഹം മാറിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി കൂടെ കേൾക്കാം. അതിൻ്റെതായ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഭിക്ഷക്കാരൻ, നമ്മൾ ഓരോ മേഖലകളിലും ഓരോരുത്തരുണ്ടല്ലോ, ഓരോ മേഖലകളിലും ഓരോ നിയോഗങ്ങളുമായിട്ട് മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർ പണക്കാരനാവുന്നു, മറ്റുള്ളവർ പാവപ്പെട്ടവരാകുന്നു, മറ്റുള്ളവർ മറ്റേതെങ്കിലും തരത്തിൽ വഴിതെറ്റി പോകുന്നു. ചിലർ സമൂഹം നോക്കുമ്പോൾ നല്ലതെന്ന് അവർക്ക് തോന്നുന്ന വലിയ തലത്തിലേക്ക് ഉയരുന്നവരായിട്ട് അവർക്ക് തോന്നുന്നു. ഇതെല്ലാം തോന്നലുകളും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. കാരണം ലോകത്ത് നന്മയും തിന്മയും മാത്രമേ ഇടകലർന്നു. ഈ രണ്ട് സത്യങ്ങളാണ് സത്യം. നന്മ തിന്മകളാൽ സമ്മിശ്രമാണ് ലോകം. ഈ ലോകത്തിൽ നന്മയെ സ്നേഹിക്കുന്നവരെ, അങ്ങനെ സ്നേഹിക്കുന്നവർക്കും അതിനുവേണ്ടി നടക്കുന്നവർക്കും തീർച്ചയായിട്ടും ഒരു പ്രത്യേക ഡ്യൂറേഷൻ ലോകം അനുവദിക്കും. അത് ചെറുതല്ലാത്ത ഒരു ഡ്യൂറേഷനായിരിക്കും. തിന്മയുമായിട്ടും പോകുന്നവർക്കും അങ്ങനെ തന്നെ. പക്ഷെ അവർ പെട്ടെന്ന് തിരസ്കൃതരാകും. സമൂഹ മനസ്സിൽ നിന്നും അവർ തിരസ്കൃതരാകും. പക്ഷേ ഈ നന്മയുണ്ടെങ്കിലേ തിന്മയുള്ളൂ, തിന്മയുണ്ടെങ്കിലേ നന്മയുള്ളൂ എന്നൊരവസ്ഥയാണ്. കാരണം പണക്കാരായിട്ടുള്ള ഒരുപാട് പേരുണ്ടെന്ന് വെച്ചാൽ ഇവർക്ക് നന്മ ചെയ്തെങ്കിലേ അവർക്ക് ഭാവിയിൽ മാനസികമായ സന്തോഷം അവർക്ക് തീർച്ചയായും ലഭിക്കൂ. ഏത് വ്യക്തിക്കും അവരുടെ ആ വൈവശ്യമാവുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ശയ്യാലംബിയാകുന്നൊരവസ്ഥ. ആ സമയത്ത് അവർക്ക് ആത്മസന്തോഷം ലഭിക്കണമെങ്കിൽ നന്മ ചെയ്യണം. ഈ സമൂഹത്തിൽ നന്മ ചെയ്യാൻ വേണ്ടി മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു നന്മയുടെ ഉറവിടം തുറന്നു കിട്ടാനൊക്കെ വേണ്ടി അവർ നന്മയുള്ളവരാകാൻ വേണ്ടി ആ പ്രവൃത്തികൾ അവർ ചെയ്യാൻ വേണ്ടിയാണ് പാവങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. പാവങ്ങളായിട്ട് ആരും തന്നെ ഇല്ല. അവരെ ആ രൂപത്തിൽ അങ്ങനെ ആക്കിയിരിക്കുക. അപ്പോൾ ഈ പാവം ചെന്ന് കൈ നീട്ടുമ്പോൾ അവരുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു സ്നേഹത്തിൻ്റെ ഉറവ, ഒരു സാഹോദര്യത്തിൻ്റെ ഉറവ, അത് പൊട്ടി വിടർന്ന് അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കാൻ മനസ്സിൽ തോന്നിയാൽ അങ്ങനെയുള്ള മനസ്സുകളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നന്മയുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാവങ്ങളെ, ഭിക്ഷക്കാരെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാണ് കേട്ടോ. കാരണം സ്ട്രീറ്റുകളിലൊക്കെ കിടക്കുന്ന ഈ മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളെപ്പോലത്തെ പല മനുഷ്യർക്കും ഒരു പാഠമായിട്ടും അവർ എങ്ങനെ ഈ സമൂഹത്തിന് ഇത്തരം ഒരു സാഹചര്യത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന സമൂഹത്തിലെ പല വ്യക്തികളുണ്ടല്ലോ, നമ്മളെപ്പോഴും അത്തരം മനുഷ്യരെ നമ്മൾ ശ്രദ്ധിക്കപ്പെടണം. ആ സമയത്താണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാൻ തന്നെ ഒരിക്കൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയ സമയത്ത് അവിടെ സ്ട്രീറ്റിലുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യന്, ആ മനുഷ്യനെ ഞാൻ ചോദിച്ചു മൂപ്പരോട്, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒരു 3-4 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ വളരെ പ്രയാസകരമാണ്. കാരണം ജോലിക്കൊന്നും പോകാൻ കഴിയാത്ത പ്രായമായ വ്യക്തിയാണ്. ഏകദേശം ഒരു 85 വയസ്സ് പ്രായം ഉണ്ടാവും. ഞാൻ അദ്ദേഹത്തിന് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നോ ആ സമയത്ത് അത് ചെയ്യുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആളുകളെ നമുക്ക് ചിലപ്പോൾ നന്നാക്കാൻ അവരെ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞോളുന്നില്ല. പക്ഷേ ഞാൻ ആ സമയത്ത് അദ്ദേഹത്തിന് ഭക്ഷണം വാങ്ങിക്കൊടുത്തു. പക്ഷേ ആ ഒരു ഇതുണ്ടല്ലോ, അദ്ദേഹത്തിന് ഉണ്ടായൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അപ്പോൾ സമൂഹത്തിൽ ഇത്തരത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്.
അവരൊക്കെ നമ്മളെപ്പോഴും നമ്മൾ പരിഗണിക്കുക. നമ്മളെ എമ്പതി എന്ന് പറയുന്നാൽ ഒരു മനുഷ്യനെ കണ്ടറിഞ്ഞ് നമ്മൾ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതാണ് നമ്മളെ എമ്പതി. നമ്മൾ സിമ്പതി ആയിട്ട് ഒരു കാര്യങ്ങളെ കാണാതെ എമ്പതി ആയിട്ട് നമ്മൾ ആ മനുഷ്യനോട് വെറും അലിവുണ്ടായിട്ട് മാത്രം പോരാ, നമ്മളെ കൊണ്ട് എന്താണോ ആ മനുഷ്യന് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് അത് നമ്മൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കാം. ബാക്കി കൂടെ കാണാം. പിന്നീട് അദ്ദേഹത്തിൻ്റെ കഴിവുകൾ അപാരമായ കഴിവുകളാണ്. അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അതിനുശേഷം അദ്ദേഹം വളരെ രസകരമായി എഴുതുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ വ്യത്യസ്തമായൊരു വ്യക്തി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലരും സമൂഹത്തിലെ സൊസൈറ്റിയിൽ ഇന്നത്തെ കാലത്ത് അവോയ്ഡ് ചെയ്യുമ്പോൾ വെളുപ്പിൻ്റെയും കറുപ്പിൻ്റെയും ലോകത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന സമയത്ത്, അതേപോലെ താഴ്ന്നവനെയും ഉയർന്നവനെയും താഴ്ന്നവനെയും മാറ്റി ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്തരത്തിൽ. മാത്രമല്ല ഇന്ന് ലോകത്ത് ടൈം ബാങ്കുകളുടെ കാലഘട്ടമാണ്. ലണ്ടനിലൊക്കെ ടൈം ബാങ്ക് എന്ന് പറയും. അതായത് സമയം നമുക്കിപ്പോൾ നമ്മളെടുത്ത് പണം ഉണ്ടെങ്കിൽ നമുക്ക് ഇത്തരം പിന്നെ നമുക്ക് ഒരാൾ എന്ത് ഇതും കൊണ്ടെത്തിച്ച് തരാനുള്ള ടൈം ബാങ്കുകളുടെ യുഗമാണ് ഇന്നത്തെ കാലഘട്ടം. അപ്പോൾ ഇത്തരം ഒരു കാലഘട്ടത്തിൽ ടൈം ബാങ്കുകളുടെ കാലഘട്ടത്തിലേക്ക് പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പോകുന്ന സമയത്തും ഇപ്പോഴും ഇത്തരത്തിലുള്ള മനുഷ്യരിലൂടെ നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ ഈ ടൈം ബാങ്കുകളൊന്നും വേണ്ട ആവശ്യമില്ല. ഇത് തന്നെ നമുക്ക് വലിയ ആനന്ദം കണ്ടെത്താൻ കഴിയും. നമുക്ക് മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ആനന്ദം. അപ്പോൾ ഓക്കെ, നമ്മൾ